ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ലൂക്കായുടെ സുവിശേഷം 7:4-5 അവർ അവൻ്റെ അടുക്കൽ വന്ന് കേണപേക്ഷിച്ചു. നീതി ചെയ്തു കൊടുക്കാൻ അവർ ബാധ്യസ്ഥനാണ്, കാരണം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു സിനഗോഗ് പണിയിച്ച് തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങളാണ് അവർ ഈശോയോട് പറയുന്നത്. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധവും സഹോദരങ്ങളോടുള്ള ബന്ധവും. അതായത് ദൈവത്തോടുള്ള ബന്ധമാണ്, ദൈവത്തിൻ്റെ ആലയ സിനഗോഗ് പണിയിച്ച് തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നോക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെ. അതായത് ദൈവത്തോടുള്ള ബന്ധവും സഹോദരങ്ങളോടുള്ള ബന്ധവും. അതായത് ഞാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ, ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ. പുറപ്പാട് 23:25 പറയുന്നു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അപ്പോൾ നിൻ്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും, രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും, ദീർഘായുസ്സ് ലഭിക്കും, ഗർഭചിത്രമോ വന്ധ്യതയുണ്ടാവുകയില്ല. അതായത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ദൈവാരാധന ഇല്ലാതെ വന്നു കഴിയുമ്പോൾ ഈ വാഗ്ദാനങ്ങൾക്ക് വിപരീതമായ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അപകടങ്ങളും രോഗങ്ങളും കടന്നു വരുന്നു. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധം, അതായത് ദൈവത്തെ ആരാധിക്കുക, അതായത് ആരാധന ചാപ്പലുണ്ടെങ്കിൽ അവിടെ പോയി ദൈവത്തെ ആരാധിക്കാം. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിക്കാം. ദേവാലയത്തിൽ ദിവ്യബലി ഉണ്ടെങ്കിൽ ദിവ്യബലി പങ്കെടുക്കാം. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം, സ്വീകരിക്കുകയും ചെയ്യാം. അപ്പം നമ്മുടെ മനോഭാവമാണ് ദൈവം നോക്കുന്നത്. നീ ദൈവത്തെ ആരാധിക്കുന്നത്, അതായത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എന്താണ്. രണ്ടാമതായ സഹോദരങ്ങളോടുള്ള ബന്ധം, അതായത് സഹോദരങ്ങൾ നിന്നെപ്പോലെ തന്നെ നിൻ്റെ സഹോദരനെ സ്നേഹിക്കണമെന്ന വചനം നമ്മൾ അനുസരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നു. ദൈവത്തിന് നമ്മളെ പ്രവർത്തിക്കാൻ തടസ്സമില്ലാതാവുന്നു. അതായത് നമുക്ക് ചെയ്യാവുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്യുക. ഉപേക്ഷ മൂലമുള്ള, അതായത് നമുക്ക് ചെയ്യാൻ കഴിവും സാധ്യതയും ഉണ്ടായിട്ടും നമ്മൾ ചെയ്യാതിരിക്കുന്ന ഉപേക്ഷ മൂലമുള്ള പാവമുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധവും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധവും ക്ലിയർ ആക്കുമ്പോൾ ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്കും തലമുറകളിലേക്കും ഒഴുകിയിറങ്ങും. പ്രിയമുള്ളവരെ, ഇതിന് തടസ്സമായി നിൽക്കുന്ന നമ്മളിലുള്ള സ്വാർത്ഥത, ഇല്ലെങ്കിൽ നമ്മൾ സുഖഭോഗങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാനും ദൈവത്തെ ആരാധിക്കാനും ദിവ്യബലി പങ്കെടുക്കുവാനും വചനം വായിക്കുവാനും ജപമാല ചൊല്ലുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങൾ ദൈവത്തെ കണ്ടുകൊണ്ട് സാധിക്കുന്ന വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നു. നമുക്ക് ജീവിതത്തിൽ സമാധാനം സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. ഈ ഒരു കൃപയ്ക്കായിട്ട് ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കട്ടെ. വിശുദ്ധ മിഖായേലും സകല മാലാഖമാരും വിശുദ്ധരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആമേൻ.